ഇത് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാനിരുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയായി. ജൂൺ 9 തിങ്കളാഴ്ചയായിരുന്നു ശിവദേവിൻ്റെ സ്കൂൾ റീ ഓപ്പണിങ് കേട്ടോ. 2.5 മാസത്തിന് ശേഷം അവന് സ്കൂളിൽ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ശിവദേവ് ഈ വർഷം LKG നിന്ന് UKGയിലേക്കാണ് കേട്ടോ. അപ്പോൾ LKGയിൽ നിന്ന് തന്നെ 4 യൂണിഫോം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 മാത്രം കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി 2 എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ 2 ദിവസം മുന്നേ എടുത്തു. ഒന്ന് സോപ്പ് പൊടിയിലിട്ട് നന്നായിട്ട് നലക്കി കംഫർട്ടിലൊക്കെ ഒന്ന് മുക്കി പൊടി പോലെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വൃത്തിയായിട്ട് അയൺ ചെയ്തതിന് ശേഷം ഇനി പണി ബുക്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കലും പേരെഴുതലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു കൂട്ട് ഡ്രസ്സല്ല ഉള്ളത് കേട്ടോ അയൺ ചെയ്യാനായിട്ട്. 4 കൂട്ട് ഡ്രസ്സുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഞാൻ അയൺ ചെയ്ത് വെക്കണം കേട്ടോ. 4 കൂട്ട് ഡ്രസ്സും അയൺ ചെയ്ത് അടിപൊളിയാക്കി എടുത്ത് വെച്ചു. അതിനുശേഷം ഇനി ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ബുക്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. എല്ലാ ബുക്കിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരെഴുതി എല്ലാം ചെയ്യണം. നമ്മൾ ബുക്കിൽ മാത്രമല്ല സ്ലേറ്റിലും UKG സ്ലേറ്റില്ല, സ്കെയില്, പെൻസില്, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക്, പിന്നെ എറേസറ്, ബോക്സ്, ടിഫിൻ ബോക്സ്, ഇതിലെല്ലാം പേരെഴുതി ഒട്ടിക്കലാണ് അടുത്ത പണി കേട്ടോ. അത് 5 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. അത് 5 എണ്ണത്തിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരെഴുതിയിട്ടുണ്ട്. നെയിം സ്ലിപ്പ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ പേരെഴുതുന്നു പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ആ ഒരു പണിയും കൂടിയുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ചിലർക്ക് സംശയം വരും, ഈ ബുക്ക് ഇങ്ങനെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് വിട്ടാൽ മതിയോ, ഈ ബുക്കിങ്ങനെ കവർ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ കേട്ടോ. ബുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബുക്ക് കവർ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്താൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ബുക്കെല്ലാം സ്കൂളിലേക്ക് കൊണ്ടുപോയ ടീച്ചേഴ്സ് അവിടെ തന്നെ വാങ്ങിച്ച് വെക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് അവർ അവിടെ നിന്ന് എഴുതിക്കാറാണ്. അതിന് ശേഷം അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. നമ്മൾ കയ്യിൽ തരില്ല. ബുക്ക് ഡെയിലി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാത്തത് കാരണം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാവുന്നില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തത് ബാഗിൽ പേരെഴുതി ഒട്ടിക്കലായിരുന്നു ഭയങ്കര പണി. അതിൻ്റെ നന്നായിട്ട് ഉള്ളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ ഒട്ടി നിന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ഞാൻ സ്കൂളിൽ തന്നെ ബാഗ് വാങ്ങിച്ചിട്ടോ. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. കാണുമ്പോൾ തന്നെ നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ബാഗിൽ പേരെഴുതി, ബുക്കിൽ പേരെഴുതി. ഇനി ബാഗ് എഴുതിയതെല്ലാം ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. അതിന് ശേഷം ബോക്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോൾ പെൻസിൽ 3 വേണം. 3 ഷാർപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 3 ഒന്ന് കൂർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 പെൻസിൽ നല്ല ഷാർപ്പായിട്ട് അവിടെ എടുത്ത് വെച്ചപ്പോൾ ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്മേൽ പേര് എഴുതുന്നതാണ് കേട്ടോ. അതുവാണെങ്കിൽ മെനക്കെട്ട പണിയായിരുന്നു. ബോക്സിലൊക്കെ നല്ല സുഖമായിട്ട് പേരെഴുതി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോയിൽ. അപ്പം ഞാൻ ഉള്ളിലും പേരെഴുതി വെച്ചു, പുറത്തും നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടോ ബോക്സിൻ്റെ. പിന്നെ ബോക്സിൽ വെക്കാനുള്ള എറേസറാണ് ഞാനിപ്പോൾ ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബോക്സിലേക്ക് വെക്കേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും എടുത്തു വെച്ചു. അപ്പോൾ ഇനി ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം പേരെഴുതുന്നതാണ്. ബോക്സിൽ പേരെഴുതി വെച്ചു. പെൻസിലിന് പേരെഴുതുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. കാരണം ഒന്ന് ഒട്ടിക്കുമ്പോഴേക്കിന് പേര് പറഞ്ഞു പോരും, പിന്നെ അല്ലെങ്കിൽ സെല്ലോടേപ്പ് പറഞ്ഞു പോരും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചു മറിഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലച്ചുമോൾ പോലും അവളൊന്ന് എടുത്ത് നോക്കും, പിന്നെ പേര് എഴുതിയത് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ സെല്ലോടേപ്പ് എടുത്തുകൊണ്ട് പോകും, പെൻസിൽ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയായിരുന്നു. അതിനിടയിലൊക്കെ ഞാനത് റിസ്ക് എടുത്തിട്ട് ഇതെല്ലാം പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവദേവിനേക്കാളും ടെൻഷൻ എനിക്കായിരുന്നു കേട്ടോ.
കാരണം വേറെ ഒന്നുമല്ല, നാളത്തെ ദിവസം തന്നെ ഇതെല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുമോ എന്നുള്ള ടെൻഷനിലാണ്. അപ്പം ഞാൻ ടേബിളിന് ഇതെല്ലാം ഒരുമിച്ച് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. ടിഫിൻ ബോക്സ് പൊതിയാനുള്ള ടവലും സോക്സും ഷൂവും പിന്നെ ചപ്പലും ബെൽറ്റും എല്ലാം എടുത്ത് വെച്ചു. ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽ വരെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷൂവും സോക്സും ഒന്നും ഈ മൺസൂൺ സമയത്ത് വേണ്ട, അതിനി ആഗസ്റ്റ് മാസം കഴിഞ്ഞിട്ട് മതി. അപ്പം ഞാൻ ചപ്പലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് ശരിയായി റിലാക്സായി. പിന്നെ രാത്രിയായപ്പോൾ കിടന്നുറങ്ങി. നേരെ വെളുത്തപ്പോൾ ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ടിഫിന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ കൊടുത്ത് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞ കാരണം ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിന് 4 ദിവസമെല്ലാം നല്ല വെയിലായിരുന്നു. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ മഴ പെയ്തു കേട്ടോ. രാവിലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നല്ല തണുപ്പായിരുന്നു. ചൂടുവെള്ളത്തിൽ കുളിച്ചതെങ്കിലും അവന് തണുത്ത് വരച്ചിട്ടായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ ദിവസം തന്നെ ആയപ്പോൾ പോകണ്ട എന്നൊക്കെ പറയുന്നൊക്കെ, പക്ഷെ ഒന്നും ഉണ്ടായില്ല. നല്ല സന്തോഷമായിരുന്നു. കൂടെ വരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പും ലാസ്റ്റ് സ്റ്റോപ്പും ഇവിടെ തന്നെ ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്താണ് ബസ് നിർത്തിയിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കണേ.